മുസ്ലിം മതന്യൂനപക്ഷത്തെ സാമൂഹിക പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കാൻ 99.5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ വിചാരധാരയുടെ ഒടുവിലത്തെ അടവാണ് മുസ്ലിം മതവിഭാഗത്തെ സാമ്പത്തികമായി തകർക്കുക എന്നത്. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആസൂത്രിതമായിട്ട് ഇന്ന് വർത്തമാന ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തെ പൊളിച്ചെഴുതി വഖഫ് പരിഷ്കരണ നിയമം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വാസ്തവത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ സംഘപരിവാർ ഭരണകൂടത്തിന്റെ ദുരുദ്ദേശങ്ങൾ അനാവൃതമാകുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിന്റെ ലക്ഷ്യം സംഘപരിവാറിനെ പരിപൂർണമായും അവരുടെ നിക്ഷിപ്തമായ ചില താല്പര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിന്റെ സംഘപരിവാറിന്റെ നിഗൂഢമായ ലക്ഷ്യത്തെ തുറന്നു കാണിക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ഒരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത്, നിലവിൽ വഖഫ് ബില്ല് നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ സ്വത്തും ഭാവിയിൽ ചർച്ച് ബില്ല് മുഖാന്തിരം ക്രൈസ്തവ സമുദായത്തിൻ്റെയും പിന്നീട് ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും ഇസ്ലാമേതര ക്രൈസ്തവേതര സമുദായങ്ങളുടെയൊക്കെ സാമ്പത്തികമായ സ്വത്തുവകകൾ പിടിച്ചടക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം. ആസന്ന ഭാവിയിൽ തന്നെ പിന്നീട് കേരളത്തിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിധികുംഭങ്ങൾ രത്നശേഖരങ്ങൾ അതും സംഘപരിവാറിന്റെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം ചേർത്തു പറഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അനുകൂലമായ സാമ്പത്തിക നയം രൂപപ്പെടുത്തുകയാണ് സംഘപരിവാർ. മാത്രമല്ല അതിനുവേണ്ടി തന്നെ മതസ്ഥാപനങ്ങളുടെയും മതകലാലയങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളുടെയും സ്വത്തുക്കൾ അവർ തട്ടിയെടുക്കാൻ വേണ്ടി അവർ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വാസ്തവത്തിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളിയായി മുകേഷ് അംബാനി താമസിക്കുന്ന വസതി പോലും 1895 കാലഘട്ടങ്ങളിൽ ഇബ്രാഹിം കരീം ഭായി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ, ഒരു യതീംഖാനക്ക് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയിലാണ്. ഈ നിയമ ഭേദഗതിയിലൂടെ സംഘപരിവാർ ലക്ഷീകരിക്കുന്നത് എന്താണ്? ഈ നിയമ ഭേദഗതിയിലൂടെ, ഈ നിയമ പരിഷ്കരണത്തിലൂടെ സംഘപരിവാർ ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഒന്നാമതായി ഇന്ന് കോർപ്പറേറ്റുകൾ അടക്കം സംഘപരിവാർ അനുകൂലികൾ കൈയടക്കി വച്ചിരിക്കുന്ന അനധികൃതമായി കയ്യേറിയ വഖഫ് ഭൂമികളെ നിയമപരമായി സാധൂകരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി പ്രസ്തുത ഈ നിയമ ഭേദഗതിയിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല നാം അതിനെ സംബന്ധിച്ച് അതിന്റെ നാൾവഴികൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ, വഖഫുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ, അതിനെ ബന്ധപ്പെട്ട് നാം കൂടുതലായ ആഴങ്ങളിൽ ഇറങ്ങി പരിശോധിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു മുസ്ലിം പള്ളി ഉണ്ട് എങ്കിൽ ആ മുസ്ലിം പള്ളിയുടെ അടിയിൽ അമ്പലമുണ്ടോ, ക്ഷേത്രമുണ്ടോ, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രത്യേകതരം വൃത്തികെട്ട ഗവേഷണ തൃഷ്ണ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഗവേഷണ തൃഷ്ണ ഇനി ഏറാൻ പോവുകയാണ്. അഥവാ പള്ളി പൊടിക്കാൻ, പള്ളിയുടെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടി വരുന്ന സംഘപരിവാർ അനുകൂലികളായ കാപാലികന്മാർക്ക് എല്ലാ നിലക്കുള്ള നിയമ പരിരക്ഷയും നൽകുന്ന ഒരു നിയമമാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഇവിടെ സംജാതമാകാൻ പോകുന്നത്. ഞാനും നിങ്ങളൊക്കെ നമസ്കരിക്കുന്ന നമ്മുടെയൊക്കെ കാരണവന്മാരായി വഖഫ് ചെയ്ത ഭൂമികൾ, ആ ഭൂമികളിൽ സ്ഥാപിതമായിരിക്കുന്ന മസ്ജിദുകൾ, അതുപോലെ തന്നെ ആ മസ്ജിദുകളുടെ പരിസരത്ത് സ്ഥാപിതമായിരിക്കുന്ന മുസ്ലിമീങ്ങൾ മരണപ്പെട്ടാൽ ഖബറടക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളിക്കാടുകൾ, അത്തരം വഖഫ് ഭൂമികൾക്കെതിരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെയും ഗവൺമെന്റിന്റെ ഭൂമിയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ പിന്നീട് ആ മസ്ജിദിലുള്ള നമസ്കാരത്തിലും വഖഫ് ചെയ്യപ്പെട്ട ആ പള്ളിക്കാട്ടിൽ ജനാസ സംസ്കരണത്തിനും വിലക്കേർപ്പെടുത്തപ്പെടും.
ഇതൊക്കെയാണ് വഖഫ് ഭേദഗതി നിയമത്തിന്റെ, വഖഫ് ഭേദഗതി ബില്ലിന്റെ പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ അപകടങ്ങളെന്ന് നാം തിരിച്ചറിയുക. വാസ്തവത്തിൽ ഇന്നിപ്പോൾ വഖഫ് ബോർഡിലേക്ക് മുസ്ലിമീങ്ങളല്ലാത്തവരെ തിരികെ കയറ്റാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിലും വലിയ നിഗൂഢതകളുണ്ട്. വാസ്തവത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വഖഫുമായി ബന്ധപ്പെട്ട് എന്നല്ല, ശരീഅത്തുമായി ബന്ധപ്പെട്ട സംജ്ഞകൾ അത് കൃത്യമായി മനസ്സിലാകുന്നത് മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അതിൽ അവഗാഹമുണ്ടാകണം. മറ്റിതര മതസ്ഥർക്ക് പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട പല പദപ്രയോഗങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞോളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത് ഒരു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു നോവൽ, ആ നോവലിൽ പറയുന്നത് എന്താണ്? ഒരു ചെറുകഥയിൽ പറയുന്നത് എന്താണ്? ഈ ഒരു സ്ത്രീ മകന് പനി ബാധിച്ചിട്ട് ആ മകനെ കൊണ്ട് ആശുപത്രി പോവാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ, അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം കുട്ടിക്ക് ഭയങ്കര പനിയാണ്. അപ്പൊ ഡോക്ടർ വിചാരിച്ചാൽ ഈ അസർ ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തോ സബ്സ്റ്റൻസ് ആണ്, എന്തോ മരുന്നാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ചോദിച്ചാൽ ആരാ അസർ ബാങ്ക് കൊടുത്തത്? അപ്പൊ പറഞ്ഞു, പള്ളിയിലെ മൊല്ലാക്കയാണ്. അപ്പൊ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എന്നാലേ പള്ളിയുടെ മൊല്ലാക്കാടത്തിന് പോയി പറഞ്ഞേക്ക് ഇനി ഒരിക്കലും അസർ ബാങ്ക് കൊടുക്കണ്ട. അങ്ങനെ ഈ പെണ്ണെന്ത് ചെയ്ത് മൊല്ലാക്കാട് അടുത്ത് എന്നിട്ട് പറഞ്ഞു, മൊല്ലാക്ക അസർ ബാങ്ക് കൊടുക്കണ്ട എന്ന് പള്ളിയിലെ മൊല്ലാക്കാടത്ത് എന്നിട്ട് പറയണം, അസർ ബാങ്ക് കൊടുക്കണ്ടെന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക, അസർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആളുകളെ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു വിളിയാളമാണ് എന്നവർക്കറിയില്ല, അതുകൊണ്ടാണ്. എന്നതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട പല പദപ്രയോഗങ്ങളും മറ്റ് ഇതര മതസ്ഥരായ ഇതര മതവിഭാഗക്കാരായ വ്യക്തികൾക്ക് അത് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാ നിലക്കും നാം ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, വലിയ അപകടങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ് നമ്മുടെ പരിശോധന ചെന്ന് നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. വഖഫുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നാം നടത്തുമ്പോൾ ഇന്നിപ്പോ പല ആളുകളും എന്താണ്, ഇപ്പൊ മുസ്ലിം ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ചുരുക്കം ചില ക്രൈസ്തവ പാതിരിമാർ, സഭാപിതാക്കന്മാർ, അവർ ധരിച്ചു വെച്ചാൽ അത് മുസ്ലിം ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അല്ല, മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഭാവിയിൽ ക്രൈസ്തവരെയും ജൈനന്മാരെയും ബുദ്ധന്മാരെയും ഒക്കെ ബാധിക്കുന്ന ഒരു നിയമമായി, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു നിയമമായി ഇത് പരിണമിക്കുന്നതിൽ, പരിവർത്തനപ്പെടുന്നതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. ആസന്ന ഭാവിയിൽ തന്നെ അത് സംഭവിക്കും എന്നത് തീർച്ചയാണ്. ഇന്നിപ്പോൾ പലരും എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ക്രൈസ്തവ പാതിരിമാർ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ, പഠിക്കാതെ മുസ്ലിം സമുദായത്തോടുള്ള അന്ധമായ വിരോധം സംഘപരിവാറിന് ഓശാന പാടാൻ അവരെ ഇന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത അപകടത്തിലേക്കാണ് പോകുന്നത്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുമ്പോൾ മുസോളിനിയുടെ നേതൃത്വത്തിൽ ജനലക്ഷങ്ങളെങ്ങനെ കൊന്നൊടുക്കാണ്. ആ സമയത്ത് ഇറ്റലിയിലെ ഏകാധിപതിയായ ഫാസിസ്റ്റ് മുസോളിനി, ബെനിൻഡോ മുസോളിനിയും അതുപോലെ തന്നെ പയസ് 11 എന്ന പാതിരിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ, ചരിത്രം അപഗ്രഥിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, പോപ്പ് ആൻഡ് മുസോളിനി, ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പയസ് ആൻഡ് ദ റൈസ് ഓഫ് ഫാസിസം ഇൻ യൂറോപ്പ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? ആ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യം എന്താണ്? ബെനിൻഡോ മുസോളിനിയെ പ്രീണിപ്പിക്കുന്നതിലൂടെ ചർച്ചിന്റെ അധികാരം വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്ന് പയസ് 11 കത്തോലിക്കക്കാരുടെ പിന്തുണ കൂടാതെ രാജ്യത്തിന്റെ അധികാരം സ്ഥായി ഭാവത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബെനിൻഡോ മുസോളിനിയും ഉറച്ചു വിശ്വസിച്ചുവെന്നാണ്. ആ പയസ് 11 റോളാണ് ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയിൽപ്പെട്ട ചില അച്ഛന്മാർ ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് ബഹുസ്വരതയുടെ പ്രശ്നമാണ്. ഇത് ജനാധിപത്യത്തെ കാർന്ന് തിന്നുന്ന നിയമഭേദഗതിയാണ്. ഇത് ജനാധിപത്യത്തെ തകർത്തെറിയുന്ന നിയമഭേദഗതിയാണ്.
ഭാവിയിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, ഈ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരുടെ സ്ഥാനം പോലും നൽകപ്പെടാതെ തടയപ്പെടാൻ സാധ്യമാക്കിയിരുന്ന അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭേദഗതിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ യോജിച്ചേക്കണം. വിഘടിച്ചു നിൽക്കുന്ന പാതിരിമാരോട്, സഭാപിതാക്കന്മാരോട് കൃത്യമായി വഖഫിനെ സംബന്ധിച്ചും വഖഫുമായി ബന്ധപ്പെട്ട സംജ്ഞകളെ സംബന്ധിച്ചും ബോധ്യമില്ലാതെ വിടുവായിത്തരം വിളിച്ചു പറഞ്ഞ് സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങുന്ന അച്ഛന്മാരോട് വളരെ വിനയത്തിന്റെ സ്വരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജർമ്മൻ ലൂതർ പാതിരിയുടെ ഒരു വാക്കാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരം സ്ഥാപിച്ചു. ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവസാനം ലൂതർ പാതിരി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആദ്യം ഹിറ്റ്ലറും സൈന്യവും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വന്നു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ ലക്ഷ്യം വെച്ചു. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ലല്ലോ. പിന്നീട് അവർ ജൂതന്മാർക്കെതിരെ തിരിഞ്ഞു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാൻ ജൂത സമുദായത്തിന്റെ പ്രതിനിധിയല്ലല്ലോ. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, then they came for me and there was no one left to speak out for me. അവസാനം അവർ എനിക്കെതിരെ വന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എൻ്റെ പക്ഷം ചേരാൻ, എൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്ന് എനിക്ക് വേണ്ടി പ്രതിരോധത്തിൻ്റെ വന്മതിൽ തീർക്കാൻ ഒരാളും ഉണ്ടായില്ല. അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ കയ്യടിക്കുന്ന അച്ഛന്മാർ, കയ്യടിക്കുന്ന ക്രിസംഗികളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊള്ളണം, ഭാവിയിൽ ചർച്ച് ബില്ല് ഇവിടെ വരും. അങ്ങനെ ചർച്ച് ബില്ല് എന്ന് പറഞ്ഞ് അനാവശ്യമായ ഒരു സമുദായത്തെ ദ്രോഹിക്കുന്ന നിലയിലേക്ക് അത്തരം നിയമങ്ങൾ വക്രീകരിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിച്ചാൽ ഒന്നാമതായി രംഗത്തിറങ്ങി പ്രതിരോധിക്കാൻ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് ഒന്നാമതായി ആർജവത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൻ്റെ ഒരു വചനമുണ്ട്. എന്താണ് അത്? ഇന്നത്തെ വിഘടിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഒറ്റുകൊടുത്ത് സംഘപരിവാറിൻ്റെ ഔദാര്യങ്ങൾ പിടിച്ചു വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാതിരിമാർ തിരിച്ചറിയേണ്ട ഒരു വചനം, ഒരു ആപ്തവാക്യം. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾ. ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നാളെ നിങ്ങൾ ദളിതർ. ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നാളെ നിങ്ങൾ സിഖുകാർ. ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നാളെ നിങ്ങൾ ജൈനന്മാർ. ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നാളെ നിങ്ങൾ ബുദ്ധന്മാർ. അതുകൊണ്ട് നാളെയുടെ ഇന്ത്യക്കു വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി, സാമുദായത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ ബഹുസ്വരതാകുന്ന മനോഹാരിത എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തി അത് തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടി രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഒന്നായി നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.